19ാമത്തെ യൂണിറ്റ് ഡാറ്റ അനലൈസിസ് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. ശരിക്കും റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു റിസർച്ച് നടത്തിയ റിസർച്ചിൻ്റെയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ആ ഇൻഫർമേഷൻ്റെ ഷെയറിങ് നടക്കുന്നത് ശരിക്കും റിപ്പോർട്ടിലൂടെയാണ്. റിപ്പോർട്ടിലൂടെയാണ് നമ്മളെ ഹയർ അതോറിറ്റിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഒരു നല്ല റിപ്പോർട്ടിന് വേണ്ട സ്വഭാവങ്ങൾ: ഒന്ന്, ആക്യുറേറ്റ് ആവണം. അതിലുള്ള ഡാറ്റകൾ അൺനെസസറി ഡാറ്റകൾ ഉണ്ടാവരുത്. എന്തിനെ പറ്റിയാണോ നമ്മളോട് പഠിക്കാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ഡാറ്റ ആയിരിക്കണം അതിലുണ്ടാവേണ്ടത്. രണ്ട്, സിംപ്ലിസിറ്റി ആണ്. അതായത് നോക്കിയാൽ മനസ്സിലാവുന്ന രൂപത്തിലാണ് അതിൻ്റെ ലാംഗ്വേജും പ്രസൻറ്റേഷനും പിന്നെ വേണ്ട ചാർട്ടുകളും കാര്യങ്ങളൊക്കെ ഒരു റീഡർക്ക് സിമ്പിളായിട്ട് അതിൻ്റെ കണ്ടൻറ്റ് എന്താണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം. റിലയബിലിറ്റി, വിശ്വസ്തത വേണം. അതിൽ കള്ളത്തരങ്ങളൊന്നും ഉൾപ്പെടുത്തരുത് എന്നർത്ഥം. എക്കണോമിക്കൽ, ഒരു റിസർച്ചർ അയാളെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മാക്സിമം അയാളുടെ റിസർച്ച് മുതലുള്ള എല്ലാ പരിപാടിൻ്റെയും എക്കണോമിക്കലി ചെയ്യാൻ ശ്രമിക്കണം. മാക്സിമം കോസ്റ്റ് കുറക്കാൻ, ലെസ് എക്സ്പെൻസീവിലായിട്ട് തൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ. വെറും റിപ്പോർട്ടിൻ്റെ ആ പേപ്പർ മാത്രമല്ല, ആ റിസർച്ചിൻ്റെ എല്ലാ പ്രോസസ്സും എക്സ്പെൻസീവ് അല്ലാതെ ലെസ് എക്സ്പെൻസീവ് ആക്കാൻ അയാൾ മാക്സിമം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം എന്നർത്ഥം. ടൈം ലൈൻ, കൃത്യമായ സമയത്ത് റിപ്പോർട്ട് കൊടുക്കണം. നമുക്കൊരു ടൈം ലൈൻ അല്ലെങ്കിൽ ഡെഡ് ലൈൻ തന്നിട്ടുണ്ടാകും. ആ സമയത്ത് കൃത്യമായി ഫൈനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കണം. കംപ്ലീറ്റ്നെസ്, റിപ്പോർട്ടിനെസ് ഇൻകംപ്ലീറ്റ് ആവരുത്, കംപ്ലീറ്റ് ആയിരിക്കണം. നമുക്ക് ഏതൊരു പ്രോബ്ലത്തിനെ പറ്റിയാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞത് അതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് സൊല്യൂഷൻ ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ടായിരിക്കണം. നെക്സ്റ്റ്, ഗൈഡ് ലൈൻ ഫോർ എ ഗുഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് റിപ്പോർട്ട്. നല്ലൊരു മാർക്കറ്റിംഗ് റിപ്പോർട്ടിന് വേണ്ട ഗൈഡ് ലൈൻസുകൾ നമുക്കറിയാം. നമ്മളൊക്കെ ഇപ്പോൾ ഒരു റിസർച്ച് നടത്തിയവരാണ് നമ്മുടെ M.Com പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. നമ്മുടെ റിസർച്ചിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഒരു റിസർച്ച് നടത്തുമ്പോൾ ഷുഡ് ബി പർപ്പസ്ഫുൾ, ഒരു പർപ്പസ് വേണം, ഒരു കൃത്യമായ ഗോൾ വേണം. എന്തിനാണ് റിസർച്ച് നടത്തുന്നത്? ഇപ്പോൾ നമ്മൾ റിസർച്ച് നടത്തുന്നത് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ആ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അവിടുത്തെ നമ്മളെ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവാനാണ്. അങ്ങനെ ഒരു കൃത്യമായൊരു ഗോൾ വേണം. അതുപോലെ അത് നടത്താൻ കൃത്യമായ പ്രൊസീജിയർ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ഒരു പ്രൊസീജിയർ വേണം. നേരെ പോയിട്ട് ചാടി കയറിയിട്ടുള്ള പഠനമല്ല. വെൽ പ്ലാൻഡ് റിസോഴ്സസ് വേണം. ഡിസൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല പ്ലാൻ ചെയ്തിട്ട് വേണം റിസർച്ച് നടത്താൻ. ആവശ്യമുള്ള ഡാറ്റയും സഫിഷ്യൻറ്റ് ഡാറ്റ ഷുഡ് ബി കളക്റ്റഡ്. ഏതോ 4 ആളുകളോട് മാത്രം ചോദിച്ചിട്ട്, വലിയൊരു മാർക്കറ്റിനെ പറ്റി പഠിക്കുമ്പോൾ 4 ആളുകളോട് മാത്രം ചോദിച്ചിട്ട് കൺക്ലൂഷൻ ഉണ്ടാക്കരുത്. സിസ്റ്റമാറ്റിക് ആവണം. അതുപോലെ തന്നെ കൃത്യമായ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്തിട്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്, അത് ആവർത്തിക്കാണ്. ഏതൊരു റിസർച്ചിൻ്റെ പിന്നിൽ ഒരു ലോജിക്ക് വേണം. നമ്മളതിനെപ്പറ്റി ഒരു കൺക്ലൂഷൻ എഴുതുമ്പോൾ ലോജിക്കലി ആയിരിക്കണം കൺക്ലൂഷൻ. വെറും 4 ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആളുകളൊക്കെ ചോദിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കാമെന്നല്ല, അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ലോജിക്കലി ആയിരിക്കണം എഴുതി വെക്കുന്നത്. അത് തന്നെ ഷുഡ് ബി റിപ്പീറ്റഡ് ആൻഡ് ഫ്ലെക്സിബിൾ. സിമ്പിളായിരിക്കണം നമ്മുടെ റിസർച്ചിൻ്റെ പ്രൊസീജിയർ, അല്ലെങ്കിൽ വേണമെങ്കിൽ പിന്നെ ആവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ആയിരിക്കണം. ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, നമ്മൾ റിസർച്ചിൻ്റെ റിപ്പോർട്ടൊക്കെ അണ്ടർസ്റ്റാൻഡബിൾ, വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. ലെസ് എക്സ്പെൻസീവ് ആക്കണം. വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യണം. ഇങ്ങനെ തുടങ്ങിയിട്ട് റിസർച്ചിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇനി ആവർത്തിച്ച് ഒരുപാട് പറയാൻ കഴിയും. നേരത്തെ പറഞ്ഞാൽ വിശ്വാസകരമായ ഡാറ്റ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതേപോലെ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. എക്സാം പരീക്ഷയെ ചോദിച്ചേക്കാം. ഗുഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് റിപ്പോർട്ടിന് വേണ്ട ഗൈഡ് ലൈൻസുകൾ, അല്ല അതിൽ വേണ്ട കണ്ടൻറ്റുകൾ അതൊക്കെ എന്നൊക്കെ ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനം.